ഹേ പ്രിയമിത്രമേ, മറ്റൊരാളിൽ നിന്ന് വിശ്വാസവഞ്ചന അഥവാ ചതി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നറിയാമോ? അത് സമ്മാനിക്കുന്ന കൊടിയ വേദന ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ഹേ മിത്രമേ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഹേ മിത്രമേ, നീ ഒരു കാര്യം തിരിച്ചറിയൂ. ചതിയിൽ ഒരാൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം ആ വ്യക്തി മറ്റൊരാളിൽ അമിതമായ ആശ്രയം അഥവാ ആസക്തി വെച്ചു പുലർത്തി എന്നതാണ്. ഒപ്പം ഈ ലോകത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നുള്ളത് ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടുകൂടിയാണ്. അതായത് ലോകം അനിത്യമാണ് എന്നതാണ് ആ സത്യം. ഈ ലോകത്തിലെ സുഖങ്ങളും ബന്ധങ്ങളുമെല്ലാം താൽക്കാലികമാണ്. അവ തണുപ്പും ചൂടും പോലെ വരുന്നതും പോകുന്നതുമാണ്. ഇന്ന് നമുക്ക് പ്രിയപ്പെട്ടവരായവർ നാളെ നമുക്ക് ശത്രുക്കളായെന്ന് വരാം. ഒരു വ്യക്തി തരുന്ന സ്നേഹം മാറുമ്പോൾ അത് ലോകത്തിന്റെ അനിത്യമായ സ്വഭാവം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അവിടെ ആ വ്യക്തിയെയല്ല, ലോകത്തിന്റെ ഈ താൽക്കാലിക സ്വഭാവത്തെയാണ് നാം അംഗീകരിക്കേണ്ടത്. മറ്റൊന്നുകൂടി മനസ്സിലാക്കുക, കർമ്മഫലം ആർക്കും തടുക്കാനാവാത്തതാണ്. ഹേ മിത്രമേ, ചിലർ ഇത്തരത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നത് അവരുടെ തന്നെ കർമ്മഫലം കൊണ്ടുമായിരിക്കാം. മുൻപ് ഒരാൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആ വ്യക്തിയിലേക്ക് തിരികെ വരാൻ മറ്റൊരാൾ നിമിത്തമാകുന്നുവെന്നു മാത്രം. മറ്റൊരാൾ ചെയ്തത് ആ വ്യക്തിയുടെ കർമ്മമാണ്, അതിന്റെ ഫലം അവരനുഭവിക്കും. എന്നാൽ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ കർമ്മമാണ്. അതിനാൽ സഹിക്കേണ്ടി വന്ന അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു മുന്നോട്ടു പോകണം. എന്നാൽ ഹേ മിത്രമേ, പലരും ചതി നേരിടുമ്പോൾ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാറുണ്ട്. കാരണം ആ ഒരു സാഹചര്യത്തിൽ ദുഃഖവും കോപവും ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത്തരമൊരവസ്ഥ നേരിടുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക പ്രക്ഷുബ്ധതയെ ഒരു സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവ വൈശിഷ്ട്യം പാലിച്ചുകൊണ്ട് അതിജീവിക്കാൻ കഴിയും. മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ സന്തോഷിക്കുകയും ചതിക്കുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നത് സ്ഥിരബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമാണ്. ദുരിതങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കുകയും സുഖങ്ങളിൽ നിയന്ത്രണം കൈവെടിയാതിരിക്കുകയും ചെയ്യുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഹേ പ്രിയമിത്രമേ, അതിനാൽ ഏതവസ്ഥയിലും സമചിത്തത പാലിക്കുകയും സ്വധർമ്മം മുറുകെ പിടിക്കുകയും ചെയ്യുക. തന്റെ ഇപ്പോഴത്തെ കർമ്മം എന്താണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരാളുടെ പ്രവൃത്തി കാരണം സ്വന്തം കടമകൾ നിറവേറ്റുന്നതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയേണ്ടി വരുന്നത് തനി വിഡ്ഢിത്തരം മാത്രമാണ്. പകരം ഇത്തരം ദുരനുഭവങ്ങൾ ലോകത്തിന്റെ സ്ഥിരതയില്ലായ്മ പഠിപ്പിച്ചു തരുന്ന അനുഭവ പാഠങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്.